ഒഴിഞ്ഞു വെക്കുന്നത്. ഈ വിധിക്ക് വേണ്ടി പ്രയത്നിച്ച എൻ്റെ 3 മക്കൾ, കാശ്മീരെ, കീർത്തിയും അനിലും, ഏതൊരു മക്കൾക്കും കിട്ടുന്ന പ്രത്യേക സമൂഹത്തിൽ വൃദ്ധസന്ധത്തിലും അമ്പലനടയിലും ഒക്കെ കൊണ്ട് നടന്നൊരു കാലഘട്ടമാണ്. ഈ ജയിലിലുണ്ടായിട്ടും എന്നെ സംരക്ഷിക്കില്ലേ? എന്നേക്കാൾ കൂടുതൽ ജീവബന്ധം അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണ്. എനിക്ക് ഈ അവസരത്തിൽ ഇത്രയും പറയാനുള്ളൂ. മറ്റൊരു അവസരത്തിലാവാം. ഇങ്ങനൊരു വേദി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഇതൊരു പ്രതീക്ഷിച്ച വേദിയല്ല അത്. ഇതിൻ്റെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീതിപതി അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ആദ്യത്തെ കുറേ വർഷം ജയിൽ ജീവിതത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു. എന്നെ കേൾക്കാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ ആരും തയ്യാറില്ലാത്ത കുറേ വർഷങ്ങളായിരുന്നു. നിർത്താതെ അലറിക്കരയുന്ന അലകടലിൻ്റെ മനസ്സ് പോലെയായിരുന്നു ആ സമയം. അത് തന്നെയാണ് ജയിലിലെ എൻ്റെ കുറേ കാലത്തെ ജീവിതം. പിന്നീട് ഡൽഹിയിൽ നിന്ന് ഒരു അനൂപ് സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ, ലോ അക്കാഡമി ചെയർമാൻ എന്നൊക്കെ നിലയിൽ ഇന്ത്യയിലെ മുഴുവനും ആൾക്കാർക്കും നീതിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ചു. നിരപരാധിത്വം തെളിയിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കേസിൻ്റെ കാര്യങ്ങൾക്കെല്ലാം അറ്റം വരെ കൂടെ ഉണ്ടാവും, വായനയിലേക്ക് തിരിയണം, അതാണ് ജയിലിലെ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു. പിന്നെ അന്ന് അദ്ദേഹം വന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുതിയ DGP ആയിട്ട് സെൻകുമാർ സാറ് ചാർജ് എടുത്തത്. സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അദ്ദേഹം എൻ്റെ സെല്ലിൽ വന്നിട്ട് ചേർത്ത് നിർത്തി കണ്ണട മേടിച്ചു തന്നു, പുസ്തകങ്ങൾ വായിക്കാനുള്ള, ആദ്യ അക്ഷരം പഠിക്കാനുള്ളത് മേടിച്ചു തന്നു. പിന്നെ യോഗിയുടെ ആത്മകഥ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വായിക്കാൻ പ്രത്യേക സെല്ലിലായിരുന്നു എന്നെ താമസിപ്പിച്ചിരുന്നത്. അവിടെ ഉച്ചയ്ക്ക് പോലും മങ്ങി പ്രകാശം വരുന്ന സെല്ലാണ്. മൂട്ടയും പാറ്റയും വീറ്റയും ഒക്കെ ഉള്ള ഒരു സെല്ലാണ് എപ്പോഴും. ഇപ്പം ഞാൻ ആ ജയിലിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തുന്നത് എനിക്കറിയില്ല. അവിടെ കിടന്ന് സ്വദേശത്തെയും വിദേശത്തെയും വിഖ്യാതരായ ഒരുപാട് പേരുടെ പുസ്തകം വായിക്കാൻ പറ്റി. അതിൽ യയാതി എനിക്കിഷ്ടപ്പെട്ട പുസ്തകമാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് പേരുടെ പുസ്തകവും അങ്ങനെയൊക്കെ വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. അത് പുതിയ പുസ്തകം എഴുതാൻ എന്നെ ശരിക്കും പ്രേരിപ്പിച്ചത് ഹെൻറി ഷാരിയൽ എന്ന് പറഞ്ഞ ഒരു ആത്മകഥ, അയാളാണ് പ്രേരിപ്പിച്ചത്. പിന്നെ എൻ്റെ കുടുംബം എനിക്ക് എഴുതാനും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതാണ് ഇത്രയും വരെ എനിക്ക് എത്താൻ പറ്റിയത്. ജയിലിലെ ഇപ്പോഴത്തെ ജയിലിലെ സൂപ്രണ്ടൊക്കെ നല്ല സപ്പോർട്ടറാണ് എഴുതാനൊക്കെ. ഒരുപാട് നേരം എനിക്ക് സംസാരിക്കാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈയില്ലാത്ത ആൾക്കാർക്ക്, കൈയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കൈ പോകുമ്പോൾ പിന്നെയും കൈയുള്ളതുപോലെ തോന്നാറില്ലേ? അതേപോലെ ആ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. എന്തായാലും പോലീസിൻ്റെ കൂടെ ഒരു യാത്രയിൽ, കോടതിയിലുള്ള യാത്രയിൽ 4 മണിക്കാറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ട ഒരു സീനാണ് എനിക്ക് പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഒരു പ്രായമുള്ള വൃദ്ധൻ്റെ കൈ പിടിച്ച് ഒരു സ്ത്രീ നടന്നു പോണ കണ്ട്. അപ്പോൾ അവർ മാറത്തൊരു കുട്ടിയുണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്ത് ഞാൻ വധശിക്ഷയിലായിരുന്നു. അവർക്ക് കണ്ണ് കാണാത്ത ആളാണെന്ന് എനിക്ക് തീരുമാനമായി. അപ്പം ഈ കണ്ണ് അവർ കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കന്നുണ്ടായി. ഇപ്പോഴും ഫുള്ള് വായനയും എഴുത്തും അല്ലാതെ വേറെ പരിപാടി എനിക്കില്ല. ഇനി തുടർന്ന് എൻ്റെ ജീവിതാവസാനം വരെ എഴുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എഴുതിയ പുസ്തകങ്ങളെല്ലാം സമൂഹത്തിൽ നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ വിഹിതം കൊടുക്കാനാണ് എൻ്റെ ഇനിയുള്ള ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നത്. ഈ വിധിക്ക് വേണ്ടി പ്രയത്നിച്ച എൻ്റെ 3 മക്കൾ, കാശ്മീരെ, കീർത്തിയും അനിലും, ഏതൊരു മക്കൾക്കും കിട്ടുന്ന പ്രസ്തുത സമൂഹത്തിൽ വൃദ്ധസദനത്തിലും അമ്പലനടയിലും ഒക്കെ കൊണ്ട് തള്ളുന്നൊരു കാലഘട്ടമാണ്. ഈ ജയിലിലുണ്ടായിട്ടും എന്നെ സംരക്ഷിക്കില്ലേ. എന്നേക്കാൾ കൂടുതൽ ജീവനം അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണ്. എനിക്ക് ഈ അവസരത്തിൽ ഇത്രയും പറയാനുള്ളൂ. മറ്റൊരു അവസരത്തിലാവാം.